എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതെ നമ്മുടെ ക്രിസ്മസ് എക്സാം എത്തിയല്ലേ? ക്രിസ്മസ് എക്സാമിന്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാരും സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? നമ്മളിപ്പോ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു. ആൻഡ് ഓൾസോ നമ്മൾ നല്ല സൂപ്പറായിട്ട് എല്ലാരും പഠിക്കുന്നില്ലേ? അതോ എല്ലാരും ഇപ്പോഴും ഉഴപ്പി നടക്കാണോ? ഉഴപ്പി നടക്കരുതിട്ടോ. എല്ലാരും വേഗം എല്ലാ സബ്ജക്ട്സും പഠിക്കാം. മിസ് പിന്നെ ഫിസിക്സ് എടുക്കുന്നോണ്ട് ഫിസിക്സ് നല്ല രീതിക്ക് പഠിക്കണേ. എല്ലാരും മാർക്കൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോണെന്ന് അറിയോ? ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ ക്ലാസ് 10th 5th ചാപ്റ്റർ ആയ ഇലക്ട്രിക്കൽ എനർജി കൺസെപ്ഷൻസ് ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആട്ടോ. എന്താണ്? ക്ലാസ് 10th 5th ചാപ്റ്റർ ആയ ഇലക്ട്രിക്കൽ എനർജി കൺസെപ്ഷൻസ് ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആ പേര് തന്നെ ഉണ്ടല്ലേ, എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിനെ കുറിച്ചാണല്ലേ നമ്മൾ പഠിക്കുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് ഇലക്ട്രിക്കൽ എനർജിനെ കുറിച്ച്? നമുക്കറിയാവുന്ന നമ്മള് നമ്മുടെ സ്വിച്ച് ഇട്ടപ്പോ എന്ത് പറ്റും? ലൈറ്റ് കത്തും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അതെ, അതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ? അതെ, ഇപ്പൊ നമ്മളെല്ലാവർക്കും ആണെങ്കിൽ നമ്മുടെ മെയിനായിട്ട് അമ്മമാരും പിള്ളേരും കൂടി തല്ലുപിടിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? എടാ, നീ എവിടെയെങ്കിലും പോകുമ്പോഴേക്കാ ലൈറ്റ് ഓഫ് ചെയ്യ്. എന്തിനാ ലൈറ്റ് ഇട്ട് വെച്ചേക്കണം? അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്യ്. അവന് പോണ സ്ഥലത്തൊക്കെ ലൈറ്റും ഫാൻ ഇട്ട് വെക്കും. അങ്ങനെ പറയാറില്ലേ? എല്ലാ അമ്മമാരും അതെ, അച്ഛന്മാരും അതെ. മെയിനായിട്ട് കണ്ടേക്കുന്നത് അമ്മമാരുടെ കേസിലാ. അമ്മമാർക്ക് ഇത് പറയാനേ സമയമുള്ളൂ. കാരണം എപ്പോഴും ഇത് തന്നെയാണ് നടക്കുന്നത് അവിടെ, അല്ലേ? അതെ, അപ്പോ നമ്മള് ആ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, നമുക്കറിയാം നമ്മളിപ്പോ നമ്മുടെ ലൈറ്റ് വന്നു കേട്ടോ. ലൈറ്റ് വന്നു. അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്ത് സാധനം? ഇലക്ട്രിക്കൽ എനർജി അല്ലെ? അതെ, നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നു, അപ്പൊ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ഇലക്ട്രിസിറ്റി കാരണം എന്താ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടണത്? ലൈറ്റ് അല്ല ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി, പക്ഷെ കിട്ടുന്നത് എന്താ? ലൈറ്റ് ആണ്. ഇനി ഫാന്റെ കേസിലാവട്ടെ, ഫാന്റെ കേസിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താ? ഇലക്ട്രിസിറ്റി ആണ്. ഔട്ട്പുട്ടായിട്ട് വന്ന എന്താ? കറങ്ങുന്ന ഫാൻ. അതായത് മെക്കാനിക്കൽ എനർജി അല്ലേ? അതെ, കറങ്ങും അല്ലെ? കറങ്ങണോണ്ടാണല്ലോ നമുക്ക് കാറ്റ് കിട്ടുന്നത്. ആ കറങ്ങണത് എന്താ ഉദ്ദേശിക്കുന്നത്? മെക്കാനിക്കൽ എനർജി ആണ്. അപ്പൊ അതേ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ മിക്സിയിൽ അമ്മമാരുടെ മെയിൻ ആയുധമാണ് മിക്സി. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ അരകല്ലിലൊക്കെയല്ലേ? അരകല്ലില്ല, അതന്നെ അരകല്ലിലൊക്കെയാണ് തേങ്ങയും അതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡ്. ഇപ്പോഴും ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ വീട്ടിലെ അമ്മമാരുടെ അടിപൊളി കുക്സ് ഒക്കെ ആയിരിക്കും. സ്റ്റിൽ ഇപ്പൊ മിക്സി ഒരു ഫാഷൻ ആക്കിയല്ലേ? പക്ഷെ മിക്സിയിലാണ്ട് നമുക്ക് പറ്റില്ല. അതാകുമ്പോ ചടപടയെന്ന് പറഞ്ഞ് പണി കഴിയും. ഓക്കെ, ആ മിക്സിയിൽ എന്താ നടക്കുന്നുണ്ടാവുക? അവിടെ ഇലക്ട്രിക്കൽ എനർജി ആണ്. അത് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി അല്ലേ? കാരണം മിക്സിയുടെ ആ ജാറിൽ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങുക അല്ലെ? അപ്പൊ മെക്കാനിക്കൽ എനർജി ആയല്ലേ? അപ്പൊ പല കേസിലും നമ്മൾ പല ഫോമിലേക്ക് എനർജി മാറുന്നുണ്ടല്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് പറയാം? ഒരു ഓന്തിനെ പോലെ നമുക്ക് പറഞ്ഞൂടെ? കാരണം അത് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറും. ഒരു ഓന്തിന്റെ സ്വഭാവം തന്നെ അത് കാണിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇനി ഇലക്ട്രിക് കെറ്റില്. ഇലക്ട്രിക് കെറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്ത് ഫോമിലേക്ക് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജിനെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു? ഹീറ്റ് ഫോമിലേക്ക് മാറ്റില്ലേ? നമുക്ക് നമ്മുടെ ഇലക്ട്രിക് കെറ്റിൽ എന്താന്ന് മനസ്സിലായല്ലോ? വെള്ളമൊക്കെ തിളപ്പിക്കാനും ചായയൊക്കെ ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലേ? അപ്പൊ അവിടെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു? ഹീറ്റ് ആയിട്ടല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? ഹീറ്റ് എനർജി അല്ലേ? വെള്ളമൊക്കെ ചൂടാക്കാൻ നമ്മൾ ഇലക്ട്രിക് കെറ്റിൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തേപ്പോട്ടി അറിയില്ലേ? നമ്മുടെ അയൺ ബോക്സ്. ആ അയൺ ബോക്സിൽ അവിടെ അയൺ ബോക്സിൽ എന്താ നടക്കുന്നത്? അയൺ ബോക്സിലും എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു? കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി അല്ലെ? അപ്പൊ ഓരോ അപ്ലയൻസിലും അല്ലെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ അവിടെ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നുണ്ടല്ലേ? അതായത് ഒരു ഫോമിൽ നിന്നും എന്ത് സംഭവിക്കുന്നു? വേറൊരു ഫോമിലേക്ക് നമ്മുടെ എനർജി
ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് അതാണ്. ഇനി മിക്ക കേസിലും നമുക്കൊരു ഹീറ്റ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അത് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അതായത് നമ്മളൊരു ലൈറ്റ് ഇട്ടു, നമ്മുടെ കല്യാണ വീട് അല്ലെങ്കിൽ വേണ്ട ഒരു പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവം എന്തായിക്കോട്ടെ, എന്താണ് മുസ്ലിം രീതിയിലാണെങ്കിലും ക്രിസ്ത്യൻ രീതിയിലാണ് ഹിന്ദു ഏതൊരു രീതിയിലാണ് നമ്മളിട്ട് ഒരു ആഘോഷം എന്ന് പറയുമ്പോഴേക്കും അവിടെ എന്താ നല്ല തോരണങ്ങൾ ഉണ്ടാവും. അതായത് കുറെ ലൈറ്റ്സ് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ലൈറ്റ്സ് മാത്രമല്ല, ഇപ്പൊ വെറൈറ്റി സാധനങ്ങൾ ആ ലൈറ്റ്സിൽ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ആകാശത്ത് നിന്ന് ഇങ്ങനെ കിടക്കുന്ന സാധനം, ചുറ്റുവലിഞ്ഞു പോകുന്ന സാധനം, നല്ല രസമല്ലേ അതൊക്കെ കാണാൻ. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കിയാൽ ഞാൻ പണ്ടല്ല ഇപ്പോഴും അതെ, നമ്മളിങ്ങനെ പോകുമ്പോ ചെറുതായിട്ട് ആ ലൈറ്റ്സിലൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കും. അതൊരു രസമല്ലേ? അതെ, കാരണം എന്താ, ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോഴേക്കും ആർക്കായാലും എത്ര വലുതായി അല്ലെങ്കിൽ എത്ര പ്രായമൊന്നും ഒന്നും പറഞ്ഞിട്ടായിട്ടില്ല, നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ കുട്ടിത്തം ഉണ്ടാവും അല്ലേ. അതെ, നമ്മൾ കയറി അതിനൊക്കെ ഒന്ന് തൊടുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ലൈറ്റിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയേ, അവിടെ ചെറിയ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടില്ലേ? ഇല്ലേ? അതായത് നമ്മൾ തൊടുന്ന ആ ലൈറ്റില് എന്ത് ഫീൽ ചെയ്യും? ഒരു ചൂട് വരും. കാരണം പക്ഷെ നമുക്ക് കിട്ടേണ്ട ഇലക്ട്രിസിറ്റി കൊടുത്തു, ലൈറ്റ് കിട്ടി, ലൈറ്റ് എനർജി കിട്ടി. ബട്ട് സ്റ്റിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോ ഏതൊരു അപ്ലയൻസിലാണെങ്കിലും ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന രീതിക്ക് എന്ത് വരുന്നുണ്ട്? ഒരു ഹീറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. എന്താണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ഹീറ്റ് എനർജി എന്താ? ഒരു കണ്ടക്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയോ? കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ എന്ത് പറയുന്നു? കണ്ടക്ടർ എന്ന് പറയുന്നു. എന്താണ്? ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ എന്ത് പറയുന്നു? എന്താ പറഞ്ഞ? കണ്ടക്ടർ എന്ന് പറയുന്നു. അപ്പോ ഒരു നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജിയിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടല്ലേ. അതായത് ഇലക്ട്രിക്കൽ എനർജിനെ എന്ത് ഫോമിലേക്ക് മാറ്റുന്നു? ഹീറ്റ് എനർജി ഫോമിലേക്ക് മാറ്റും അല്ലെ. ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടർ കൂടി ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അതിനെ എന്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീറ്റിംഗ് എഫക്റ്റും കൂടി, ഹീറ്റ് എനർജിയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയാം അല്ലെ. അപ്പോ ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജിയിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഓമിക് ഹീറ്റിംഗ് അഥവാ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയാം കേട്ടോ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ഇൻറ്റു അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഹീറ്റ് എനർജി, അല്ലെങ്കിൽ വേറെ എന്ത് പേര് പറയാം? ദ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എനർജി വെൻ ഇറ്റ് ഈസ് പാസസ് ത്രൂ എ കണ്ടക്ടർ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്ത് പറയാം? ഓമിക് ഹീറ്റിംഗ് അഥവാ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അതായത് എന്താണ്? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് when it is passes through a conductor when we apply an electricity through it. അപ്പൊ എന്താ? അതിന് ഓമിക് ഹീറ്റിംഗ് ആൻഡ് ഓർ എന്ത് പറയാം? ജൂൾ ഹീറ്റിംഗ് എന്ന് പറയാം. ആൻഡ് ഓൾസോ ദ കണ്ടക്ടർ വിച്ച് വി യൂസ്, അല്ലെങ്കിൽ അത് ഏത് അപ്ലയൻസ് ആണോ അല്ലെ എന്ത് വസ്തുവാണോ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെന്ത് പറയും? ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയും. എന്താണ്? ഏത് വസ്തുവാണോ ഈ സാധനത്തിൽ, ഏത് വസ്തുവാണോ ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെന്ത് പറയാം? എന്ത് പറയാൻ പറ്റും? നമുക്ക് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയാൻ പറ്റൂ കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഹീറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെന്റ് ഒക്കെ നോക്കിയായിരുന്നല്ലേ. അപ്പൊ അതേ നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ ഇലക്ട്രിക് കെറ്റിലെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇലക്ട്രിക് കെറ്റിലിനെ കുറിച്ച്? വേണ്ട. ഇലക്ട്രിക് ഹീറ്റർ കേട്ടിട്ടുണ്ടോ? എന്താ നമ്മുടെ ഹീറ്റർ എന്ന് വെച്ചാൽ മിസ് പറഞ്ഞ ഈ പെട്ടി പോലത്തെ ഇപ്പോഴത്തെ സാധനം അല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന കെറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് സിനിമയെന്നറിയോ? നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമിന് ഇട്ട് 8ന്റെ പണി കൊടുത്തത് ഓർമ്മയുണ്ടോ? മീന. അതായത് ജയറാമിനെ ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഒരു സാധനം ഇട്ട് വെക്കും. അത് തൊടുമ്പോഴേക്കും അത് പിന്നെ മീനെ രക്ഷിക്കാൻ പോകും സ്റ്റിൽ. പക്ഷെ നമ്മൾ പണി കൊടുത്തത് എപ്പോഴും പണി കൊടുത്തത് തന്നെയാണല്ലോ. അപ്പൊ എന്താ ആ ഹീറ്ററിനെ കുറിച്ചാണ് മിസ് പറയുന്നത്. അതെന്താ? ആ ഹീറ്ററിലായാലും നമ്മുടെ അയൺ ബോക്സിലൊക്കെ ആയാലും എന്ത് സാധനമുണ്ട്? ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്. അതായത് നമ്മുടെ അയൺ ബോക്സിലായാലും നമ്മുടെ പിന്നെ വേറെ കെറ്റിലൊക്കെ ആയാലും എന്ത് സാധനമുണ്ട്? ഒരു ഹീറ്റിംഗ് കോയിലുണ്ട്. ഈ ഹീറ്റിംഗ് കോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്?
ഈ ഹീറ്റിംഗ് കോയിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത് ചൂടാവുന്നത്. നമുക്ക് അയൺ ബോക്സിലാണെങ്കിലും നമ്മുടെ കെറ്റിലാണെങ്കിലും എന്തിനാണെങ്കിലും എന്താ ഹീറ്റാണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏതാ? ഹീറ്റിംഗ് കോയിലാട്ടോ. ഈ ഹീറ്റിംഗ് കോയിൽ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് അറിയോ? എന്താ? നമ്മുടെ നിക്രോം വെച്ച് ഇതുങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ വസ്തുക്കൾ വെച്ചാലേ ഉണ്ടാക്കിയേക്കാം. അപ്പൊ ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കുന്നത് നിക്രോം അലോയ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നിക്രോമിനെ അത് ചൂസ് ചെയ്യാൻ കാരണം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയോ എന്തുകൊണ്ടായിരിക്കും നിക്രോമിനെ ചെയ്യാൻ പറഞ്ഞ നിക്രോം വെച്ച് ഉണ്ടാക്കാൻ കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് അറിയോ? അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ആ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹൈ ഓക്സിഡൈസേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. എന്താണ്? ഹൈ ഓക്സിഡൈസേഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ? അതിന് കൊറോഷൻ കുറവായിരിക്കും. അതായത് തുരുമ്പ് പിടിക്കില്ല. അതായത് നമുക്കറിയാം നമ്മള് ഇപ്പൊ ഹീറ്റർ ആയാലും ഹീറ്റിംഗ് കോയിൽ അല്ല നമ്മുടെ തേപ്പോട്ട് എന്തായിക്കോട്ടെ, ഇതെന്താ നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് അല്ലെങ്കിൽ ഓക്സിജൻ എല്ലാ സാധനങ്ങളായിട്ട് എന്താ ഒരു കോണ്ടാക്ട് ഉണ്ടാവും അല്ലെ? ഈ കോണ്ടാക്ട് ഉണ്ടാവില്ലേ? ഈ കോണ്ടാക്ട് വരുമ്പോ എന്താ അഫ്കോഴ്സ് അതെന്താ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അയൺ നെയിൽ, അതായത് നമ്മുടെ ആണി കുറച്ച് നാളിങ്ങനെ പുറത്തൊക്കെ വെച്ച് നോക്കിയേ, മഴയും വെള്ളവും ഒക്കെ കൊണ്ടുണ്ട് എന്ത് സംഭവിക്കുന്നു? അത് തുരുമ്പ് പിടിച്ചു പോവല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമുക്കറിയാം ഹീറ്റിംഗ് കോയിലും ഇങ്ങനെയൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിക്രോം ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഹൈ ഓക്സിഡൈസേഷൻ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? അവരെന്താ ഇതാവില്ല. എന്താണ്? തുരുമ്പ് പിടിക്കണ ചാൻസ് കുറവായിരിക്കും. അപ്പോ നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം. പ്രോപ്പർട്ടീസ് ഓഫ് നിക്രോം ആണ്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ മിസ് പറഞ്ഞത്? ഹൈ ഓക്സിഡൈസേഷൻ റെസിസ്റ്റൻസ്. ഹൈ ഓക്സിഡൈസേഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോപ്പർട്ടി നോക്കി എന്താണ്? ഹൈ ഓക്സിഡൈസേഷൻ റെസിസ്റ്റന്റ്, അതായത് കൊറോഷൻ ഉണ്ടാക്കാണ്ട് നോക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ പറയണതിന് മുമ്പ് മിസ്സിന്റെ അനുഭവം പറയാം. അതായത് മിസ് സ്കൂളിൽ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഡ്രസ്സ് നമ്മൾ നല്ല ഷർട്ടൊക്കെ തേക്കാനിരുന്നപ്പോഴേക്കും അച്ഛൻ എന്ത് ചെയ്തു? തേച്ചൊക്കെ വെച്ചു. തേച്ച് കഴിഞ്ഞിട്ട് അവിടെ തേപ്പൊട്ടി അയൺ ബോക്സ് ഇങ്ങനെ നേരെ വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ തൊടരുതിട്ടോ, ചൂടാണേ, തൊടല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ നല്ലവളായ മോള്, ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു, ഇല്ലച്ചാ ഞാൻ തൊടില്ല. എന്തിനാ ഞാൻ തൊടണേ? ഞാൻ തൊടില്ല അച്ഛൻ, ഞാൻ തൊടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്താ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? അപ്പൊ തന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി അച്ഛൻ്റെ ജോലിക്ക് പോകാനൊക്കെ സെറ്റായി. ഞാനും അമ്മേനും അച്ഛൻ്റെ ജോലിക്ക് ഇട്ടു, ടാറ്റയൊക്കെ കൊടുത്തു, തിരിച്ചു വന്നു. അമ്മ അടുക്കളയിലേക്ക് പോയി. ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു ആ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ അയൺ ബോക്സ് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അയൺ ബോക്സ് അവിടെ ഉണ്ടല്ലേ. അപ്പൊ ഞാൻ വിളിച്ചു, എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാ? ഇപ്പൊ അച്ഛൻ പോയിട്ട് ഒരു 5 മിനിറ്റ് അന്ന് അച്ഛൻ വെച്ചു, അത് കഴിഞ്ഞ് പോയി, അത് കഴിഞ്ഞപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് ഏറെക്കുറെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? വേഗം തന്നെ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ അച്ഛൻ പോയിട്ട് 5 മിനിറ്റ് ആയാലും ഇപ്പൊ എന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? നേരെ കയറി. സാധാരണ പിള്ളേർ എന്റെ ബാക്ക് സൈഡിലാണ് പിടിക്കുക. ഞാൻ പക്ഷെ പിടിച്ചത് എന്റെ ഫ്രണ്ട് സൈഡിലായിരുന്നു. ഇങ്ങനെ പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ 7 ലോകവും കണ്ടു എന്നൊരു അവിടം വരെ എത്തി. കാരണം സ്വർഗം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ? നല്ല ചൂടായിരുന്നു. നമ്മൾ വിചാരിക്കും ചൂടൊക്കെ പോയി, അത്രയും ബുദ്ധി എനിക്ക് അപ്പം ഉണ്ടായുള്ളൂ. ചൂട് പോയി, സുഖമായി, നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. അത്രയും നേരം, അതായത് ഒരു 5-10 മിനിറ്റ് ആയിട്ട് പോലും അതിന്റെ ചൂട് അങ്ങോട്ട് വിട്ട് മാറിയിട്ടുണ്ടായില്ല. ആ സ്ഥാനത്ത് കയറിയാണ് ഞാൻ കയറി പിടിച്ചത്. അതായത് ആ തേപ്പോട്ടിയിൽ എന്ത് സാധനം ഉണ്ടായി? ഹീറ്റിംഗ് കോയിൽ ഉണ്ടായി. ആ ഹീറ്റിംഗ് കോയിൽ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്? നിക്രോം വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അഫ്കോഴ്സ് എന്ത് സംഭവിക്കും? അത് റെഡ് ഹോട്ട് കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് എബിലിറ്റി ടു പ്രൊവൈഡ് റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ്ങർ ടൈം. അതായത്
കുറെ നേരത്തേക്ക് ആ റെഡ് ഹോട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ചൂടിൽ ഇങ്ങനെ നിലനിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ആർക്കുണ്ടായി? നിക്രോമിനുണ്ടായി. വിവരമില്ലാത്ത ഞാൻ എന്ത് ചെയ്തു? അതെനിക്കറിയില്ലല്ലോ, കുട്ടിയായിരുന്നല്ലോ ഞാൻ. ഇപ്പോഴാണ് ഞാൻ കയറി പിടിക്കോ? ഇല്ല. പക്ഷെ അപ്പൊ ഞാൻ പിടിച്ചപ്പോ ഞാൻ അനുഭവിച്ചു. അപ്പൊ എന്താണ്? റെഡ് ഹോട്ട് കണ്ടീഷൻ provide red hot condition for longer time. Red hot condition for longer time. For long time. Okay. And the third property എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഹൈ റെസിസ്റ്റിവിറ്റി. അതായത് റെസിസ്റ്റൻസ് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഒരു വസ്തു, നമുക്കറിയാം കണ്ടക്ടറിൽ നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ചാർജ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോ ആണല്ലോ ഇലക്ട്രിസിറ്റി, അല്ലെ ഇലക്ട്രിക്കൽ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ചാർജ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോ, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇതിന്റെയൊക്കെ ഫ്ലോ ആണെന്ന് നമുക്ക് പറയാം. ഇലക്ട്രോൺ ആണ് മെയിൻ. അപ്പൊ ഈ ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ, ഈ കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കും, ഇതിൽ കൂടി ഇങ്ങനെ ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ നിക്രോം ആയിക്കോട്ടെ, എല്ലാ മെറ്റൽസ്, എന്ത് വസ്തുവാണോ ആ വസ്തുവിന് എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇതിനെ കടത്തി വിടില്ല, ഈ ചാർജ് പാർട്ടിക്കിൾസിനെ കടത്തി വിടില്ല എന്നുള്ള ഒരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയാ? നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയണുണ്ടാവുക. എന്താണ്? നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുന്നു, ഈ ഇതിനെ എന്ത് ചെയ്യും? ഈ മെറ്റൽസ് എന്ത് ചെയ്യും? അതിനെ തടയും, പോവരുതെന്ന് വെക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടി ആണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയണ്ടാവുക. അപ്പോൾ ഒരു യൂണിറ്റ് മീറ്ററില്, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ പോണതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റിവിറ്റി എന്ന് പറയണുണ്ടാവുക. എന്താണ്? ഒരു യൂണിറ്റ് മീറ്റർ ലെങ്ത്, ഒരു വസ്തു, ഒരു കണ്ടക്ടർ ആയിക്കോട്ടെ, അതിന്റെ യൂണിറ്റ് മീറ്റർ ലെങ്ത് ഉണ്ടാവും. പിന്നെ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? 1 മീറ്റർ ആയിരിക്കും, 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ എല്ലാം യൂണിറ്റ് ആണെങ്കിൽ അതിനെന്ത് പറയും? റെസിസ്റ്റിവിറ്റി എന്ന് പറയും. അപ്പൊ ആ റെസിസ്റ്റിവിറ്റി കാണിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? R ഈക്വൽ ടു എന്താന്ന് പറയാ? R എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ റെസിസ്റ്റൻസ് കേട്ടോ. R എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ്. അപ്പൊ റോ L/A. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനിലുള്ള ആ റെസിസ്റ്റൻസിനെയാണ് എന്താ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ആ റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയണ്ടാവും കേട്ടോ. അപ്പൊ റോ L/A ആണ് എന്ത്? നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അപ്പൊ മിസ് എന്താ പറഞ്ഞ? ഒരു കണ്ടക്ടർ ഉണ്ട്, ഈ കണ്ടക്ടറിലേക്ക് ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകുമ്പോൾ ആ കണ്ടക്ടർ തന്നെ എന്ത് ചെയ്യും? അതിനെ തടയും. ആ തടയലിനെയാണ് എന്ത് പറയാ? റെസിസ്റ്റൻസ് എന്ന് പറയണ്ടാവുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ചാർജ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി തടയണേനാണോ ഇത്ര വലിയ ക്രെഡിറ്റ്? അത് നല്ല കാര്യമാണോ എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ ഇവിടെ നല്ല കാര്യമാണ്. നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടത്? ഹീറ്റ് ആണ് ഔട്ട്പുട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ചാർജ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോവാ, അപ്പൊ എന്ത് ചെയ്യും? ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? നിന്നെ കടത്തി വിടില്ലടാന്ന് പറഞ്ഞ് ഇങ്ങനെ തടയും. അപ്പൊ ഈ ചാർജ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പിന്നെ ഇല്ലടാ ഞാൻ നിന്നെ കടന്നു പോകുമെന്ന് ഈ ആര് പറയും? നമ്മുടെ ചാർജ് പാർട്ടിക്കിൾസ് പറയും. അപ്പൊ നമ്മുടെ കണ്ടക്ടർ പിന്നെ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, നല്ല റെസിസ്റ്റൻസ് അല്ലേ, പിന്നെ റെസിസ്റ്റൻസ് കൊടുക്കും. പക്ഷെ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾസ് പാവമാണേ, അവരെന്ത് ചെയ്യും? അവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യും? പതിയെ ക്ഷീണിച്ചു പോകും. ക്ഷീണിച്ചു പോയിട്ട് അവരാ കൊടുത്ത എനർജി എന്ത് ഫോമിലേക്ക് വിടും? ഹീറ്റിംഗ് ഫോമിലേക്ക് ഔട്ട്പുട്ട് ആയിട്ട് വിടും. നമുക്ക് ഔട്ട്പുട്ട് എന്താ വേണ്ട? ഹീറ്റാലേ ഉണ്ടായ. അപ്പൊ നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് കൊടുത്തു, ഇത് റെസിസ്റ്റൻസ് കാരണം ഇത് തടഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജിനെ എന്ത് ഫോമിലേക്ക് മാറ്റും? ഹീറ്റ് ഫോമിലേക്ക് മാറ്റും. അപ്പൊ റെസിസ്റ്റിവിറ്റി, അതായത് റെസിസ്റ്റൻസ് കൂടുതലായാലല്ലേ ഇത് നടക്കുള്ളൂ. അപ്പൊ ഹൈ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് കൂടണം എന്ന്. ഹൈ റെസിസ്റ്റിവിറ്റി സെറ്റ് അല്ലേ? അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസ് കാരണമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? നിക്രോം എന്നുള്ള ഒരു സാധനം, അല്ലെ നിക്രോം എന്ന് പറഞ്ഞ ഈ അലോയ് എന്തിനു യൂസ് ചെയ്തത്? ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിട്ടോ. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഇത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, എല്ലാരും പഠിക്കണം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്, അപ്പൊ മിസ് പറഞ്ഞായിരുന്നു ഇലക്ട്രിസിറ്റി
നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു എന്ന് പറയാം. അപ്പൊ ഈ ഹീറ്റ് പ്രൊഡക്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദ ക്വാണ്ടിറ്റി വിച്ച് വി ആർ ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി ഏത് ക്വാണ്ടിറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഹീറ്റ് പ്രൊഡക്ഷന് നമുക്ക് എന്ത് പറയാം, ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ. അപ്പൊ അത് നോക്കിയേ, നമ്മളൊരു ഇലക്ട്രിക് ഹീറ്റർ എന്ത് ചെയ്തു, വെള്ളത്തിലിട്ട് വെച്ചു. വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുമ്പോ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഒരു മിനിറ്റ് ആദ്യത്തെ ഇട്ടു അപ്പൊ തന്നെ നോക്കുമ്പോ എന്താ വെള്ളം ചൂടാകോ, ഇല്ല. നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയേ, കുറച്ച് ചൂടാവും അല്ലെ. കുറച്ച് ചൂടാകും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയേ, പിന്നെയും ചൂടായിട്ടുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ടൈം മാറുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ചൂട് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ, ഹീറ്റ് പ്രൊഡക്ഷൻ മാറിക്കൊണ്ടിരിക്കുക അല്ലെ. അതായത് ടൈം മാറുമ്പോ എന്ത് സംഭവിക്കുന്നു, ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് മാറുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ നമുക്ക് എന്ത് പറയാം, ടൈം പറഞ്ഞൂടെ, ടൈം. ഓക്കെ, സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട്. അതായത് കറണ്ട് കൊടുക്കും തോറും എന്ത് സംഭവിക്കുന്നു, ഹീറ്റിന്റെ പ്രൊഡക്ഷൻ മാറിക്കൊണ്ടിരിക്കും. കറണ്ട് കൊടുക്കും തോറും ഹീറ്റിന്റെ പ്രൊഡക്ഷൻ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, കറണ്ടിനെയും എന്ത് പറയാം, ഡിപ്പെൻഡ് ചെയ്യണ്ടെന്ന് പറയാം. കറണ്ട് ഒരു ഫാക്ടറാന്ന് പറയാം, കറണ്ടും. ആൻഡ് തേർഡ് വൺ മിസ് ഓൾറെഡി പറഞ്ഞതാണ്, എല്ലാ കണ്ടക്ടർ നിക്രോം വെച്ചാണ് മിസ് പറഞ്ഞത്. പക്ഷെ എല്ലാ കണ്ടക്ടറിൽ കൂടി അവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലേ. അപ്പൊ അതായത് റെസിസ്റ്റൻസ് കൂടിയാൽ നമുക്ക് എന്ത് കൂടാൻ പറ്റും, ഹീറ്റ് പ്രൊഡക്ഷൻ കൂടാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, റെസിസ്റ്റൻസ്. അപ്പോ ഈ 3 ഫാക്ടേഴ്സ് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹീറ്റ് പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ 3 ഫാക്ടേഴ്സ് ആണ് ഹീറ്റിന്റെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയും, ഈ 3നെയും കൂടി എന്ത് ചെയ്തു, ഒരു ഒറ്റ ഗ്രൂപ്പ് ആക്കിയിട്ട് മിസ് ഒരു ലോ അങ്ങോട്ട് ഇറക്കാൻ പോവുക. മിസ് അല്ല ലോ ഇറക്കുന്നത്, ഇത് ഓൾറെഡി ഉള്ള ലോ ആണ്. അപ്പൊ നിങ്ങൾ അതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു ലോ ഉണ്ടാക്കി. എന്തിനെ കുറിച്ച്, നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷനെ കുറിച്ച്. അതാണ് ജൂൾസ് ലോ. ജൂൾസ് ലോ. അതായത് ഒന്നില്ല, the quantity of heat produced when a electricity pass through the conductor is directly proportional to the square root of the current and the time required for the current to flow and the നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അതായത് നമ്മൾ ഒരു വസ്തുവിൽ ഇത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് ദ കറന്റ് ആൻഡ് ദ റെസിസ്റ്റൻസ് ആൻഡ് ദ ടൈം. ഇത് 3 എണ്ണത്തിനെയുമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഡിപ്പെൻഡ് ചെയ്യുക, ഹീറ്റിന്റെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, ജൂൾസ് ലോ ഈക്വൽ ടു I² RT എന്ന് പറയാം. ഓക്കെ, നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ, I² RT എന്ന് പറയും. അപ്പൊ ജൂൾസ് ലോ ആണല്ലോ I² RT എന്ന് പറയാം. അപ്പൊ ജൂൾസ് ലോ വഴി നമ്മൾ എന്താ കണ്ടുപിടിക്കണത്, ഹീറ്റ് പ്രൊഡക്ഷൻ അല്ലേ കണ്ടുപിടിക്കുന്നത്, അതായത് H ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം H ഈക്വൽ ടു എന്ത് പറയും, I² RT. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആട്ടോ. നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ് നോക്കുന്നത്, അതായത് H ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ H ഈക്വൽ ടു I² RT. സെറ്റ് അല്ലേ, സെറ്റ് ആണല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ പഠിച്ചിട്ടുണ്ട്, അത് ജൂൾസ് ലോ വഴി. ഇനി നമുക്ക് അത് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇത് നോക്കിയേ, if 7000 joule of heat is produced in 30 seconds in a conductor having 250 resistance, what is the current through the conductor? അതായത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ഹീറ്റ് പ്രൊഡക്ഷനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ആണ് ചോദിച്ചേക്കുന്നത്. അതിൽ കൂടി പോകുന്ന കറണ്ട് എത്രയെന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, അത് ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. അതായത് H ആണ് നമുക്ക് തന്നേക്കുന്നത്. H എത്രയാ, 7500 ജൂളാണ്. 7500 ജൂളാണ്. പിന്നെ എന്താ തന്നേക്കുന്നത്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, അതെത്രയാ, 250 ഓം. ടൈം തന്നിട്ടുണ്ടോ, ടൈം തന്നിട്ടുണ്ട്, അതെത്രയാ, 30 സെക്കൻഡ്സ്.
എത്ര 30 seconds. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? I ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്താണ്? I ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാലോ നമ്മുടെ ഇക്വേഷൻ എന്താ? H = I² RT. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണോ അത് മാത്രം ഒരു സൈഡിലില്ല, ബാക്കിയൊക്കെ മറ്റേ സൈഡിലേക്ക് പോവാം. അപ്പൊ I² = H/RT. അപ്പൊ H എത്രയാ? നമ്മൾ പറഞ്ഞു 7500 അല്ലേ? 7500 ഡിവൈഡഡ് ബൈ R എത്രയാ? 250 ഇൻറ്റു എന്താ? 30 അല്ലേ? 30 അല്ലേ? അപ്പൊ പൂജ്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകും കേട്ടോ. ഇനി നോക്കിയേ 75ഉം 15ഉം. Find the table 25. Find the table 75 എത്രയാ? 50, 51, 60, 55, 60, 65, 70, 75. അതായത് 15 അല്ലേ? 15. അത് 3ന്റെ ടേബിൾ പോയില്ലേ? എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ? അപ്പൊ നമുക്ക് എത്ര അറിയാം? 3ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം പോകും? 3ന്റെ ടേബിൾ ഇത് 3 പ്രാവശ്യം. 3ന്റെ ടേബിൾ 3 1 പ്രാവശ്യം, 15 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മള് കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. കറണ്ട് ആണ് കണ്ടുപിടിച്ചോണ്ടിരുന്നത്. നമ്മൾ എത്ര കണ്ടുപിടിച്ചോണ്ടിരുന്നത്? നമ്മള് 7500 ആയിരുന്നു എന്ത്? കറണ്ടിന്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്. എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? 7500 ഡിവൈഡ് ബൈ 250 ഇൻറ്റു 3 ആയിരുന്നു. നമ്മൾ ആദ്യം പൂജ്യമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. 75ഉം 5ഉം തമ്മിൽ പോയി. അപ്പൊ ഈ 5ഉം കൂടി കട്ടായി പോയിട്ട് ലാസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? 1 ആണ് കിട്ടിയത്. അതായത് നമുക്ക് കണ്ടുപിടിച്ച എന്താ? I² = എന്താ? 1 ആംപിയർ ആണ്. അപ്പൊ I എത്രയാ? എന്താ? ഇത് സ്ക്വയർ ആട്ടോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് I മാത്രമായിട്ടാ വേണ്ടത്. അപ്പൊ I = എന്താ? √1. 1 എന്താ? 1 തന്നെ അല്ലേ? അപ്പൊ 1 ആംപിയർ. √1 എന്താ? 1 തന്നെയാണ്. അപ്പൊ 1 ആംപിയർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ടിന്റെ യൂണിറ്റ് ഇടണം. സെക്കൻഡ് എന്താ? നമ്മൾ കണ്ടുപിടിക്കുന്നത് I² അല്ല, I ആണ്. അപ്പൊ I മാത്രമായിട്ട് എഴുതണം കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ 10 minutes through a heating coil of electric kettle having 100 ohm resistance. അപ്പൊ എന്താ? നമ്മളോട് കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം H ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ നോക്കിയേ, H ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ H കണ്ടുപിടിക്കാൻ നമുക്കറിയാം H = എന്താ? I² RT അല്ലേ? അതിനകത്ത് H നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. I എത്രയാ? 2 ആംപിയർ ആണ്. ആൻഡ് ഓൾസോ ടൈം റെസിസ്റ്റന്റ് എത്രയാ? 100 ohm ആണ്. എന്താണ്? 100 ohm. T എന്താ? T എത്രയാ? 10 minutes ആണ്. അവിടെയാണ് കളി. എന്താണ് നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നതൊക്കെ? യൂണിറ്റ്സ് പറഞ്ഞു. കറണ്ടിന്റെ ആംപിയർ ആണ്, പിന്നെന്താ റെസിസ്റ്റന്റിന്റെ ഓം ആണ്. പക്ഷേ ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്സ് ആണ്. പക്ഷെ നമുക്കിവിടെ തന്നേക്കുന്നത് എന്താ? മിനിറ്റ്സിലാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? മാറ്റണം. അതെങ്ങനെ മാറ്റും? നമ്മളെ 10നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. കാരണം എന്താ? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സാ? 60 സെക്കൻഡ്സ് അല്ലേ? അപ്പൊ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 600 സെക്കൻഡ്സ് കിട്ടി. പിന്നെ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് H = I² എന്ന് പറയുമ്പോൾ 2² ഇൻറ്റു R എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 600. അപ്പൊ എത്ര? 4 × 6000 അല്ലെ? 4 × 6000 ആണ്. 4 × 6 എത്രയാ? നിങ്ങൾക്ക് അറിയില്ലേ? 24. അപ്പൊ 24 എഴുതാ. പിന്നെ ബാക്കി 6000. ഓക്കെ, 60,000 കാരണം 4 പൂജ്യം ഇടാൻ കേട്ടോ. അപ്പൊ 60,000 ആണ്. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ എന്നിട്ട് 24 ഇൻറ്റു ബാക്കി ആ 4 പൂജ്യം എഴുതണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2,40,000 ജൂൾ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹീറ്റിന്റെ യൂണിറ്റ് എത്രയാ? ജൂളാ അല്ലെ? എന്താണ്? ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ ആ ജൂൾ ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ മിസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് പറഞ്ഞു.
ഇപ്പൊ ജൂൾസ് യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ മിസ് പറയാ ഹീറ്റിന്റെ യൂണിറ്റ് എന്താ, ജൂളാണ്. നമ്മൾ പഠിച്ച ഹീറ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലോ എന്തായിരുന്നു, ജൂൾസ് ലോ ആയിരുന്നു അല്ലെ. അപ്പൊ ജെ അത് ഓർത്തുന്നാ മതി. ഓക്കെ, സെറ്റ് അല്ലേ, പഠിച്ചല്ലേ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ. The potential difference 230 volt is applied across a current for 5 minutes. If the resistance in the circuit is as given below, calculate the current and heat in each case. ഇവിടെ എന്തൊക്കെയാണ് തന്നേക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വോൾട്ടേജ് ആണ് തന്നേക്കുന്നത്. ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തന്നേക്കുന്നത്. ആൻഡ് ഓൾസോ ടൈം തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓരോ കേസിലും ഈ കേസിലും കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. കറണ്ടും ഹീറ്റും ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. നമ്മള് പഠിച്ചേക്കുന്ന ഇക്വേഷൻ എന്താ, H=I²RT ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അവിടെ എവിടെയാ വി ഉള്ളത്, വി ഉണ്ടോ, വി ഇല്ലല്ലേ. അപ്പൊ വി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക, വി വേണോ അല്ലേ. അപ്പോ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, കറണ്ടിന്റെ ഇത്ര നേരം നമ്മൾ കറണ്ടും റെസിസ്റ്റന്റും ടൈമും വെച്ചാണ് ചെയ്തിട്ടുണ്ടായത്. ഇനി അതിനകത്തേക്ക് നമ്മൾ എന്തും കൂടി കൊണ്ടുവരാം, നമ്മുടെ വോൾട്ടേജും കൂടി കൊണ്ടുവരാം. അതിന് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. H=I²RT അല്ലേ, H=I²RT ആണ്. അപ്പോ മിസ് വേറൊരു കളർഫുൾ പെൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അറിയാം, നമുക്ക് ഓംസ് ലോ അറിയില്ലേ. ഓംസ് ലോ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ, ഇല്ല, എനിക്കറിയാം. എന്താ, V=I×R അല്ലേ, വോൾട്ടേജ് കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, I എന്ത് എഴുതാൻ പോയി, V/R എന്ന് എഴുതി. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് I കണ്ടുപിടിച്ചത് എന്താ, V/R എന്നാണ് എഴുതിയത്. ഞാൻ എന്ത് ചെയ്തു, അതുകൊണ്ടൊന്ന് ഇവിടെ ഇട്ടു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, H=I വരെന്താ V/R ആണ്. അപ്പൊ I² ആയതുകൊണ്ട് V²/R² × T അല്ലേ. സിമ്പിൾ ആയിട്ട് കിട്ടി. 2 R ഉണ്ട്, അതിനകത്ത് ഒരു R പോയി, ബാക്കി എത്ര മാത്രമേ ഉള്ളൂ, V²RT കിട്ടില്ലേ. Hന് ഇപ്പൊ ഒരു പുതിയ ഇക്വേഷനും കൂടി കിട്ടിയല്ലേ. H എന്താ, V²/R × T എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് അവിടെ ചെയ്യാലോ. കാരണം അവിടെ എന്താ തന്നേക്കുന്നത്, വോൾട്ടേജ് അല്ലേ തന്നേക്കുന്നത്. എന്താണ്, വോൾട്ടേജ് ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, V എത്രയുണ്ട്, 230 വോൾട്ടേജ്. പിന്നെ ടൈം എന്താ, 5 മിനിറ്റ്സ് ആണ്. അതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 5 × 60 അതായത് 300 സെക്കൻഡ്സ്. പിന്നെന്താ, നമ്മുടെ R ഫസ്റ്റ് കേസിൽ R എത്രയാ, 115. ഇനി എന്താ നമ്മുടെ ഇക്വേഷൻ എന്താ, H=V²/R × T. V² എത്ര, 230 സ്ക്വയർ ഇൻറ്റു T എത്രയാ, 300 ഡിവൈഡഡ് ബൈ R എത്ര, 1105. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ ഇത് നിങ്ങളിപ്പോ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളെ എൻ്റെ ഒപ്പം മിസ് ചെയ്യണേൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയെന്ന് പറയാം, 138,000 ജൂൾസ് ആണ്. ഓക്കെ, 138,000 ജൂൾസ്. സെറ്റ് അല്ലേ. ഇനി അതേപോലെ തന്നെ 230 ഇട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 230 ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതൊരു ഇക്വേഷൻ, വേറെ ഒന്നും വ്യത്യാസമില്ല. H എന്താ, V² എന്താ, 230 തന്നെ. 230 സ്ക്വയർ ഇൻറ്റു Tക്ക് ഒന്നും മാറ്റിയില്ല, 300 ആണ്, ഡിവൈഡഡ് ബൈ R എത്രയാ, 230. അപ്പൊ എന്താ, ഒരു 230 പോയി, ഒരു 230 പോയി, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, 230 × 300. അപ്പൊ നമുക്കറിയാം എത്രയാ, 69,000 69,000 ജൂൾസ്. എന്താണ്, 69,000 ജൂൾസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ മിസ് ഫസ്റ്റ് തുടങ്ങിയത് ജൂൾസ് ലോയിൽ നിന്നാണ്, പക്ഷെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ഇക്വേഷനും കൂടി കണ്ടുപിടിച്ചല്ലേ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ. സെറ്റ് അല്ലേ. അപ്പൊ ഇതൊക്കെ മിസ് ചെയ്യിപ്പിക്കണം എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയാട്ടോ. ഇത് നോക്കിയേ, ഇത് നോക്കൂ. Observe the given figure, calculate the quantity of heat produced in each case. ഇതിനകത്ത് എന്താ,
ഫസ്റ്റ് കേസിൽ എന്താ റെസിസ്റ്റന്റ് എത്രയാ 48 ഓം ആണ്. കറണ്ട് എത്രയാ 0.25 ആംപിയർ. അവര് കണ്ടുപിടിച്ച് എത്ര കിട്ടി 900 ജൂൾസ് കിട്ടി. സെക്കൻഡ് കേസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. റെസിസ്റ്റന്റ് എത്രയാ 24 ഓം ആൻഡ് ദ കറണ്ട് എത്രയാ 0.5 ആംപിയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ഐ സ്ക്വയർ എത്ര, കറണ്ട് എത്ര 0.5 ആംപിയർ ഇൻറ്റു പിന്നെന്താ 24 ഇൻറ്റു ടൈം എത്രയാ 5 മിനിറ്റ്സ് അല്ലേ. അതിന് നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ 300. ഇത് കണ്ടുപിടിക്കുക. അതായത് 0.5 ഇൻറ്റു 0.5 ഇൻറ്റു എന്താ 24 ഇൻറ്റു 300. എല്ലാരും കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടണ എത്രയെന്നറിയോ 1800 ജൂൾസ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത കേസിൽ എന്താ റെസിസ്റ്റൻസ് 12 ഓമും കറണ്ട് എത്രയാ 1 ആംപിയർ ആണ് കേട്ടോ. എന്താണ് റെസിസ്റ്റൻസ് 12 ഓമും കറണ്ട് 1 ആംപിയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എച്ച് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് എത്രയാണ്, അല്ല കറണ്ട് എത്രയാ 1 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു 12 ഇൻറ്റു ടി എത്രയാ 300 അല്ലേ, 300. അപ്പൊ അതേ നോക്കിയേ, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എത്ര കിട്ടി 12 ഇൻറ്റു 3 എത്ര 26. മിസ് കറക്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ. എന്താ 3600 ജൂൾസ്. എന്താണ് 3600 ജൂൾസ് ആട്ടോ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഇവിടെ കറണ്ട് കൂടണതനുസരിച്ച് ഈ പ്രൊഡക്ഷൻ കൂടുന്നു, ഹീറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു അല്ലെ. അതായത് ഫസ്റ്റ് കേസിൽ 0.25 ആംപിയർ ആയിരുന്നു, സെക്കൻഡ് കേസിൽ 0.5 ആംപിയർ ആയിരുന്നു, തേർഡ് കേസിൽ 1 ആംപിയർ ആയിരുന്നു. അതായത് കറണ്ട് പ്രൊഡക്ഷൻ കൂടി, പക്ഷെ എന്തും കൂടി അതേ കൂടെ തന്നെ ഹീറ്റ് പ്രൊഡക്ഷനും കൂടി. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അവിടെ റെസിസ്റ്റൻസ് എന്താ കുറഞ്ഞോണ്ടിരിക്കുക അല്ലെ. അതായത് റെസിസ്റ്റൻസും കുറയുന്നു, അതേപോലെ തന്നെ കറണ്ട് കൂടുന്നു. അപ്പോഴും നമുക്ക് കറണ്ട് കൂടിയപ്പോഴും എന്താ കിട്ടിയത്, ഹീറ്റ് കൂടുതലാട്ടോ കിട്ടിയത്. അപ്പൊ അത് ശ്രദ്ധിക്കണേ നിങ്ങള്. സെറ്റ് അല്ലേ? ഇനി ഇഫ് ദ വോൾട്ടേജ് റിമൈൻ കോൺസ്റ്റന്റ് വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ റെസിസ്റ്റൻസ് വേരി. അതായത് വോൾട്ടേജിന് ചേഞ്ചസ് ഒന്നുമില്ല. അതായത് നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ച എന്താ H = V²/R T അല്ലേ, അതാണ്. അപ്പോ വോൾട്ടേജിനും ടൈമിനും എന്താ വ്യത്യാസം ഒന്നുമില്ല, അത് കോൺസ്റ്റന്റ് ആക്കി വെക്കാം. അപ്പൊ നമുക്ക് അതിനെ എന്താക്കി വെക്കാം, ഒരു ഒറ്റ ടേം ആയിട്ട് വെക്കാം. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്തു, അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ 1/R അല്ലേ. അതായത് 1/R എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഹീറ്റ് പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ എന്ത് കുറഞ്ഞാൽ മതി, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ മതി. അതായത് ഹീറ്റ് പ്രൊഡക്ഷൻ കൂടിയാൽ എന്ത് കുറയുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു. അതായത് ഹീറ്റ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു. അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞാൽ എന്ത് കൂടും, ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ഓക്കെ. ഇതോടെ നമ്മുടെ ചാപ്റ്റർ ഏറെക്കുറെ പകുതിയായിട്ടോ. അതായത് നോക്കിയേ, ഇവിടെ എന്തേ റെസിസ്റ്റൻസ്, ഒരു ഹീറ്റിന്റെ നമ്മൾ 92 ഓം ആണ് അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, വോൾട്ടേജ് 230 വോൾട്ടേജ് ആന്ന് പറഞ്ഞു, ടൈം റിക്വയർഡ് ഫോർ ദ ഇതെന്ന് പറയുന്നത് 40 മിനിറ്റ്സ് ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ കേസിലും ഹീറ്റിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലേ, അതായത് ഇത് നോക്കാം, H = I²RT എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. എന്താണ് H = I²RT എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചു. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്, H = എന്താ V²/R × T എന്നുള്ള ഇക്വേഷനും പഠിച്ചില്ലേ. ഇനി അതിന് ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, അത് മിസ് പറയാട്ടോ. അതായത് നമ്മൾ നേരത്തെ നമുക്ക് ജൂൾസിൽ വെച്ച് എന്താ H = I²RT അല്ലേ, അതിൽ നിന്ന് മിസ് നേരത്തെ ഓംസ് ലോയിൽ നിന്ന് എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായത്, ഓംസ് ലോയിൽ നിന്ന് എന്താ കണ്ടുപിടിച്ചത്, V = I × R എന്നല്ലേ, ആണല്ലോ.
നമ്മൾ നേരത്തെ I ഈക്വൽ ടു വി ബൈ ആർ ആ എഴുതിയത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് R ഈക്വൽ ടു വി ബൈ ഐ ആ എഴുതണത്. ഓക്കെ, R ഈക്വൽ ടു വി ബൈ ഐ എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എച്ചിന് കൊണ്ടിടുക. H ഈക്വൽ ടു I സ്ക്വയർ വി ബൈ ഐ ഇൻറ്റു ടി. അപ്പൊ ഒരു I സ്ക്വയറും പോയിട്ട് എന്ത് ചെയ്തു, I വി ടി. അപ്പൊ എച്ചിന് പുതിയൊരു ഇക്വേഷനും കിട്ടിയല്ലേ. H ഈക്വൽ ടു വി ഐ ടി എന്നോ H ഈക്വൽ ടു I വി ടി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എച്ചിന് പുതിയൊരു ഇക്വേഷനും കൂടി പഠിച്ചില്ലേ. എല്ലാവർക്കും മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ദേ ആ ഇക്വേഷനും കൂടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷനും കൂടിയാണ് H ഈക്വൽ ടു വി ഐ ടി. അപ്പൊ അവരുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ എല്ലാ ഇക്വേഷൻസും വെച്ച് നോക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്, വി ആർ ടി ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ H ഈക്വൽ ടു എന്താ, വി സ്ക്വയർ എത്ര, 230 സ്ക്വയർ ഇൻറ്റു ടി എത്രയാ, ടി എത്രയാ 40 മിനിറ്റ്സ് ആയിരുന്നു, അതിനെ 840 സെക്കൻഡ്സിലേക്ക് മാറ്റി. ഡിവൈഡഡ് ബൈ ആർ എത്രയാ, 92. ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയോ, 48300 ജൂൾസ്. എത്രയാണ്, 48300 ജൂൾസ്. അതായത് 48,300 ജൂൾസ്. ഇനി നമുക്ക് ഈ ഇക്വേഷനും കൂടി നോക്കാം. H ഈക്വൽ ടു എന്താ, 230 ഇൻറ്റു കറണ്ട് എത്രയാ, 2.5 ഇൻറ്റു ടി എത്രയാ, 840 ട്ടോ, 840. ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടിയെന്ന് അറിയോ, 48300 ജൂൾസ്, 48,300 ജൂൾസ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ, നമ്മൾ 2-3 ഇക്വേഷൻസ് പഠിച്ചു. പക്ഷെ എന്താ പ്രശ്നം, അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് എക്സാമിന് ഏത് ഇക്വേഷൻ എടുക്കും, ഏത് പഠിക്കും, ആ ഒരു കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ എത്തില്ലേ. പക്ഷെ ആ കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ എന്താ, നമുക്കിപ്പോ മനസ്സിലായല്ലേ. അതായത് ഏത് ഇക്വേഷൻ എടുത്താലും ആ ടേംസ് കറക്റ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ വൃത്തിക്ക് കിട്ടും. അതായത് ഇക്വേഷൻ ഓർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട, നമ്മൾ ഏത് ഇക്വേഷൻസ് എടുത്താലും ആൻസർ കറക്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ എടുക്കുന്ന ഇക്വേഷനിൽ എല്ലാ ടേംസും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ, സെറ്റ് ആക്കുക അല്ലേ, ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നമ്മളൊരു സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായോ? നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൺസെപ്ഷൻസ് ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ മിസ് ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. നമ്മൾ ജൂൾസിലും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കുക, നല്ലോണം ശ്രദ്ധിച്ച് എക്സാം എഴുതുക. Okay, hope you guys enjoy this video. Okay then, bye.